ഫാസ്റ്റ് ഓൺ റിപ്പോർട്ടർ. നടി ലക്ഷ്മി പ്രിയയ്ക്കും വനിതാ എസ്ഐക്കുമെതിരെ അൻസിബ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ എസ്ഐ രേഷ്മ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും വിവരങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി തൃക്കാക്കര ACP കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. വ്യാജ പരാതിയുടെ മറവിൽ ലക്ഷ്മി പ്രിയയും വനിതാ എസ്ഐയും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു അൻസിബയുടെ പരാതി. ശരണിനോട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, അപ്പോ ആ കേസില്ല അല്ലേ? അരുൺകുമാർ, തീർച്ചയായിട്ടും അങ്ങനെ അത് കേസ് എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ അൻസിബ 2 പേർക്കെതിരെയാണ് പരാതി ഉന്നയിച്ചിരുന്നത്. ഒന്ന് നടിയായ ലക്ഷ്മി പ്രിയയാണ്. ഇതിന് പുറമെ വനിതാ എസ്ഐ ആയ രേഷ്മ. അതായത് ലക്ഷ്മി പ്രിയയുടെ പരാതിയിൽ തന്നെ തൃപ്പൂണിത്തുറ വനിതാ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു അൻസിബയുടെ പരാതി. അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത്. തൃക്കാക്കര ACPയോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം അൻസിബയെയും ലക്ഷ്മി പ്രിയയെയും വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. ഇതിന് പുറമെ വനിതാ എസ്ഐ ആയ രേഷ്മയുടെ മൊഴിയെടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരാതിയിൽ കഴമ്പില്ലെന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. പ്രധാനമായും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ ഈ രേഷ്മ, വനിതാ എസ്ഐ ആയ രേഷ്മ യാതൊരു വിധത്തിലും മാനസികമായി പീഡിപ്പിച്ചിട്ടില്ല, മോശമായി പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കേസ് എടുക്കേണ്ട സാഹചര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തൃക്കാക്കര ACP കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നേരത്തെ, അതായത് ഈ പരാതിക്ക് അടിസ്ഥാനമായ ലക്ഷ്മി പ്രിയയുടെ പരാതി അതിൽ ഗൗരവതരമല്ല എന്നുള്ള വിലയിരുത്തലിൽ കൂടി പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ലക്ഷ്മി പ്രിയ ഉന്നയിച്ചിരുന്ന പരാതി എന്ന് പറയുന്നത് അൻസിബയുടെ ഒരു മെസ്സേജ് തന്റെ മൊബൈൽ ഫോണിലേക്ക് വരുന്നു. അതിനുശേഷം അത് തന്റെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ പരാതി നൽകുകയും ചെയ്തിരുന്നത്. ആ പരാതി ഗൗരവതരമല്ല എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കേസ് ഇല്ല.